ഗുഡ് മോർണിംഗ്, രജിത ബാലു ആണേ. ഇന്നും മോഹന ഓർക്കിഡ്സിലെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. പുതിയ സ്റ്റെം വന്നു, പക്ഷെ അതിൽ പൂവേ വരുന്നില്ല. കൂമ്പ് കാണുമ്പോൾ പൂവ് ഉണ്ടെന്ന് തോന്നും, പക്ഷെ മുകളിലോട്ട് വരുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ചെടിക്ക് പൂ വരാത്തതേ, പൂ വരേണ്ട സമയമാവണുള്ളൂ. ഒരു വർഷമൊക്കെ പഴക്കമുണ്ടാവുള്ള ചെടി. അപ്പോൾ മേടിച്ച് കൊണ്ടുവന്ന് നിങ്ങൾ വെച്ചു, വളമൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെടി നന്നായി തെളിഞ്ഞു വന്നു. പക്ഷെ പൂ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തിരി നീട്ടെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നിങ്ങളുടെ അവിടെ വളർച്ച അവസാനിച്ചു. അത് കാരണം വെച്ചാൽ അവിടെ ഇലകൾ ഇനി അവിടെ ആ ചെടി വളരില്ല, അവസാനത്തെ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് പൂവിന് വേണ്ടിയിട്ട് വന്നാവളോ നിങ്ങൾ സംശയിക്കുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് പൂ വരാൻ വേണ്ടിയുള്ളതല്ല. പൂവിൻ്റെ ആണെങ്കിൽ എന്തായാലും പുറത്ത് തിരിഞ്ഞ് വെട്ടും. നിങ്ങളുടെ ചെടിക്ക് നല്ല ചെടിയാണെങ്കിൽ ചില ചെടികൾക്ക് ഒത്തിരി വൈകിട്ട് ഒരു വർഷം 1.5 വർഷമൊക്കെ ആയിട്ട് പൂക്കളും, അപ്പം നല്ല വലിയ കുല വരും. ഇത് നേരത്തെ പൂങ്കുല വരുന്ന ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളങ്ങൾ കൊടുത്തുള്ള ചെടി വരും, പൂക്കുന്നുള്ള ഉറപ്പായ കാര്യമാണ്. നിങ്ങൾക്ക് ഈ പൂ കാണാനുള്ള കൊതി കൊണ്ട് ആകാംക്ഷയോട് കൂടിയിട്ട് ഈ ചോദ്യം ചോദിച്ചത്. പൂ വരും, കുഴപ്പമില്ല. ചെടികൾ ആരോഗ്യത്തോടു കൂടിയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ പൂ വരുന്ന ഉറപ്പായ കാര്യമാണ്. ഞാൻ തേങ്ങാ വെള്ളവും കടലപ്പിണ്ണാക്കിൻ്റെ തെളിയും മാറി മാറി കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ പുളിപ്പിച്ച് മണം വരാതിരിക്കാൻ ശർക്കരയും ചേർക്കുന്നുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ച വളർച്ച കിട്ടുന്നില്ല. ഒന്ന് വിശദമാക്കാമോ? ഈ കടലപ്പിണ്ണാക്കും തേങ്ങാ വെള്ളവും പുളിപ്പിച്ച് കൊടുക്കുന്നു, കണ്ടമാനം പുളിപ്പിച്ച് കൊടുക്കണമെന്ന് അത്ര നല്ലതൊന്നുമല്ല. പുളിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം വെച്ചാൽ ഈ സൂക്ഷ്മജീവികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ പുളിപ്പിക്കുന്നത് കുറച്ചൊക്കെ പ്രതിരോധം കിട്ടും. കുറേ ഈ കീടങ്ങളിൽ നിന്നും ഇതിൽ നിന്നൊക്കെ തടഞ്ഞ് പ്രതിരോധിക്കാനൊക്കെ പുളിപ്പുകൊണ്ട് കഴിയും. അത് വെച്ചിട്ട് കാര്യമായിട്ട് പുളിപ്പിക്കുന്നു വേണ്ട. പുളിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നത് ഒന്ന് മറ്റൊന്നായി മാറല്ലേ, അതിൻ്റെ ശരിയായ ഗുണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ പുളിപ്പിക്കുക ഈ ബാക്ടീരിയ ഈ ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് പറയുക, ഈ അണുക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഇലകളിൽ അണുക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ലൈനിയെ കൊടുക്കാറ് പതിവ്. ഈ ചിലപ്പോൾ ഈ ഫെല്ലോസസ് മുതലായ ചെടികളിലൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിലുള്ള സൂക്ഷ്മജീവികളൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ പുളിപ്പിച്ചൊന്നല്ല കൊടുക്കുന്നത്, ഞങ്ങൾ ലൈനിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ നഷ്ടപ്പെട്ട അത് വീണ്ടും ഉണ്ടാവും. അങ്ങനെയാണ്. പിന്നെ തേങ്ങ വെള്ളത്തിൽ അരമണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കാനാണ് പറയുക ഞങ്ങളൊക്കെ. തേങ്ങ വെള്ളം കുറച്ച് കഴിയുമ്പോൾ തന്നെത്തായിരുന്നാലും മറ്റേ നന്നായി മാറും. ഇപ്പോൾ കള്ളുണ്ടാവണം എങ്ങനെയാണ് അതേ രൂപത്തിലാണ് തേങ്ങ വെള്ളത്തിൻ്റെ സ്വഭാവം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ, ശരിയായ ഗുണങ്ങൾ നഷ്ടപ്പെടാനാണ് സാധ്യത. പുളിപ്പിക്കുന്നതുകൊണ്ട് കാര്യം എത്ര തന്നെയാണ്. ഈ സൂക്ഷ്മാണുക്കളുടെ വർധനവുണ്ടാവും, ചെറിയ ഒരു പ്രതിരോധം കിട്ടും. അത്രയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എത്രയാണ്. പിന്നെ ഓവറായിട്ട് പുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്ക് ഓവറായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികൾക്കും വളർച്ച കുറയും കേട്ടോ. ഈ കടലപ്പിണ്ണാക്ക് ധാരാളം നൈട്രജനാണ് ഉള്ളത്. ശർക്കര ചേർത്ത് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ശർക്കര ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്, ശർക്കരയിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന അളവ് കൂടിയാലും ഈ പിണ്ണാക്കിൻ്റെ അളവുണ്ടല്ലോ, അത് കൂടിയാലും ശരിക്ക് കൊടുക്കേണ്ട നല്ല പിണ്ണാക്കാണ് ഉപയോഗിക്കുകയെങ്കിൽ 100 ഗ്രാം കപ്പലണ്ടി പിണ്ണാക്ക് 10 ലിറ്റർ വെള്ളത്തിലേക്കുണ്ട്. അങ്ങനെ കൊടുക്കുക, അങ്ങനെ കൊടുത്താലല്ല അത് ഗുണം ചെയ്യുന്നത്. അപ്പം ഇനി കൊടുക്കുമ്പോൾ 100 ഗ്രാം ഒരു പ്രാവശ്യം തൂക്കം പിടിച്ചെടുത്തിട്ട് അതിനൊരു പാത്രം വയ്ക്കുക, ഒരു അളന്നെടുക്കാൻ പറ്റും. അതുകൊണ്ടൊരു പാത്രം എടുത്താൽ അത് കൃത്യമായി അളവ് കിട്ടിയല്ല. അത് വെള്ളത്തിൽ കലർത്തി 2-3 ദിവസം, 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് എടുക്കണം, അല്ലെങ്കിൽ മണം വരും. ശർക്കര ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. കഴിയുന്നതും തേങ്ങ വെള്ളം നിങ്ങൾ അധികം വയ്ക്കാതെ കൊടുക്കാൻ ശ്രമിക്കുക, അതൊക്കെ വളരെ ഗുണങ്ങൾ ചെയ്യും. ആ പിണ്ണാക്ക് ഇങ്ങനെ തന്നെ ഒരു കൃത്യമായൊരു അളവ് വേണം. കൂടുതൽ പിണ്ണാക്ക് ചെടി നന്നാവാൻ വേണ്ടിയിട്ട് കൂടുതൽ പിണ്ണാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗുണത്തിലേറെ ദോഷം ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും വളർച്ച കുറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞ വരി എടുത്താൽ പിണ്ണാക്ക് എടുക്കും 100 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിലേക്ക് പാകമാണ്.
അങ്ങനെ ചെയ്യും. ഞാൻ പതിവായി കടലപ്പിണ്ണാക്കും പശുവിൻ മൂത്രവും തെളി കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്താൽ നല്ല റിസൾട്ടാണെന്ന് മറ്റൊരാൾ പറഞ്ഞത് അനുസരിച്ചാണ് ഇങ്ങനെ ചെയ്തത്. എന്നാൽ എൻ്റെ ചെടിയുടെ വളർച്ച തീരെ കുറഞ്ഞുപോയി. ഇപ്പോൾ NPK കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇതിനുള്ള മാർഗനിർദ്ദേശം പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ പറഞ്ഞ മാതിരിയുള്ളതിന് അത് ഒരു അറിവിന്റെ ചോദ്യമാണ് ഇപ്പൊ ഈ ചോദിച്ചത്. കടലപ്പിണ്ണാക്കില് നൈട്രജൻ ധാരാളമുണ്ട്. പിന്നെ എന്തിനാ പറഞ്ഞ പശുമൂത്രത്തിൽ നൈട്രജൻ ധാരാളം ഉള്ള ഈ നൈട്രജൻ മാത്രം ചിലപ്പോ ഇതൊക്കെ ഇത് അമ്ലശേഷി കൂടല്ല ചെയ്യുന്നത്. അമ്ലശേഷി കൂടുമ്പോൾ pH ഒക്കെ ഔട്ടാവും, ചെടി വളരൊന്നുമില്ല. നിങ്ങൾ ഈ തോന്നിമാര് ഈ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതിനൊരു അളവ് കാര്യം, പിന്നെ ആ അളവിലൂടെ കൊടുത്താലേ ഗുണം ചെയ്യുള്ളൂ. പിന്നെ ആരെന്താ പറഞ്ഞ ഒന്നുകൂടി വായിച്ചതെന്ന് പറഞ്ഞത്? പതിവായി കടലപ്പിണ്ണാക്കും പശുമൂത്രവും തെളി കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്താൽ നല്ല റിസൾട്ടാണെന്ന് മറ്റൊരാൾ പറഞ്ഞതനുസരിച്ചാണ് ഇങ്ങനെ ചെയ്തത്. എന്നാൽ എൻ്റെ ചെടിയുടെ വളർച്ച തീരെ കുറഞ്ഞുപോയി. ഇപ്പോൾ NPK കൊടുത്താലോ എന്ന് ആലോചിക്കുന്നു. വളർച്ച കുറയാനുള്ള കാരണം നിങ്ങളുടെ നിങ്ങൾ ഓവറായിട്ട് ചെയ്തു, അമ്ലം കൂടിയിട്ടുണ്ട്. pH ഒക്കെ നിങ്ങളുടെ ഇതാവട്ടായിട്ട് പോയിട്ടുണ്ട്. അത് കൂടുതൽ അമ്ലം വന്നിട്ട് ചെടികൾ മുരടിക്കുക ചെയ്യുക, വളം എടുക്കില്ല. വളം എടുക്കാൻ പറ്റില്ല, കാരണം നൈട്രജൻ ഓവറായിട്ട് ചെല്ലാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ചെടിയെ പൊടിക്കാൻ മാത്രമേ ലേവലൊക്കെ ഒരു മഞ്ഞളിപ്പും കാണും. ഇനി വളം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് മഞ്ഞളിപ്പൊക്കെ കാണുന്നത്. നിങ്ങൾ NPK മാറിക്കോളോ, അതാണ് നല്ലത്. നിങ്ങൾ കാൽസ്യം നൈട്രേറ്റ് കൊടുക്കട്ടോ. കാൽസ്യം നൈട്രേറ്റ് അടിച്ചിട്ട് ഒരു മാസത്തിൽ 2 തവണ എന്നുള്ള ഇത് കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുക. അത് കൊടുത്തിട്ട് നിങ്ങൾ NPK മാറിക്കോളോ. NPK മാറുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങൾ കടലപ്പിണ്ണാക്കും പശുമൂത്രത്തിലോ ഇത് ധാരാളം നൈട്രജൻ അവിടെ ചെന്നിട്ടുണ്ട്. അതിൻ്റെ ഇത് ദോഷമാണ് ഇപ്പോൾ വളർച്ച മുരടിക്കാനുള്ള കാരണം ഉണ്ടായത്. രാസവളത്തിൽ മാറുകൊണ്ട് കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും ആ ദോഷം മാറാൻ വേണ്ടിയിട്ട്, ആ മുരടിപ്പ് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാൽസ്യം നൈട്രേറ്റ് കൊടുക്കും. കാൽസ്യം നൈട്രേറ്റ് ഇപ്പം 10 ഗ്രാം എന്ന് പറഞ്ഞത് 18.8 വീര്യത്തിൽ ഇത് കിട്ടുന്നുണ്ട്. അതാണെങ്കിൽ 10 ഗ്രാം 1 ലിറ്റർ വെള്ളം. അങ്ങനെ നിങ്ങൾ മാസത്തിൽ 2 തവണ അത് തനിയെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ NPK സ്റ്റാർട്ട് ചെയ്തില്ല. NPK കൊടുക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ വളങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെടിക്ക് പുതിയ സൂട്ടൊക്കെ പൊട്ടി ചെടിയൊക്കെ നന്നായി വരും. ഞാൻ നനയ്ക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കാത്ത ആളാണ്. ഈയിടെയാണ് ഓർക്കിഡുകളിലെ നനവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ എൻ്റെ ചെടികളിൽ കൂടുതൽ നനവ് ഉള്ളതുപോലെ തോന്നിക്കുന്നു. ഒരു ചട്ടി മാറ്റി നടാമെന്ന ഉദ്ദേശത്തോടു കൂടി ചട്ടിയിൽ നിന്ന് ചെടി എടുത്തപ്പോൾ അതിൽ നിറയെ ഒരു തരം ചുവന്ന പ്രാണികൾ ഉണ്ടായിരുന്നു. എന്താണ് ഇത്? ഇതിന് പരിഹാരം പറഞ്ഞു തരാമോ? ഓവർനന നല്ലതല്ലാതെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഓവർനന വേരുകളൊക്കെ ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങളുടെ വേരുകൾ ചീഞ്ഞു പോയി ഇരിക്കുകയാണ്. ഇതിന് മാത്രമല്ല, മറ്റുള്ള ചെടികളിലൊക്കെ വേരുകളൊക്കെ ഇങ്ങനെ ചീഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഒരു ചട്ടി എടുത്തപ്പോൾ അതിൽ ചുവന്ന പ്രാണി കണ്ടത്, അത് റെഡ് സ്പൈഡറാണ്. ഇത് ചെടികളുടെ വേര് ചെയ്യാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഉള്ള വേരിൽ മുഴുവനും ഇവർ കയറി അലത്ത് നീരൊക്കെ ഊറ്റിട്ടുണ്ട്. എല്ലാ വേരും ചത്തുപോയി. വേരൊന്നും ഇനി പ്രവർത്തിക്കില്ല. എല്ലാ ഈ റെഡ് സ്പൈഡർ നിറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ നീരൊക്കെ ഊറ്റിയിട്ട് വേരിനെ ഡെഡാക്കാറ് പതിവ്, നശിപ്പിച്ച് കളയും. അപ്പോൾ നിങ്ങൾ ഒരു ചട്ടി മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ചട്ടികളും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ വേരുകളൊക്കെ ഈ ചീഞ്ഞിക്കണ വേരുകളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് അതൊന്ന് ഫംഗിസൈഡിൽ മുക്കിക്കോളെ. ചീച്ചൽ രോഗത്തിന് വേണ്ടി ഫംഗിസൈഡിൽ ഒന്ന് മുക്കുക. സാഫില അല്ലെങ്കിൽ വേറെ ഇൻഡോഫില്ല, അതിലൊക്കെ ഒന്ന് മുക്കുക. ചെടി അടിഭാഗം മതി, മുഴുവൻ മുക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം 2ാമത് പ്ലാന്റ് ചെയ്യുക. മാത്രമല്ല, ഒരു ആ കരി അതിലത്തെ മീഡിയ കരിയാണോ എന്താണോ ഉപയോഗിക്കുന്നത് കത്തി കളയാനുണ്ട്. അതിൽ റെഡ് സ്പൈഡറിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഈ റെഡ് സ്പൈഡറിൻ്റെ അംശങ്ങളൊക്കെ അതിൽ കയറാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അതിൻ്റെ മരുന്ന് മേടിച്ചോളൂ. അതിൻ്റെ മരുന്ന് ഇമ്മിഡാൻ, തക്കാള്, മേജിക് എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ കിട്ടും. ആ മരുന്നുകളിൽ ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചിട്ട് 1 ml 1 ലിറ്റർ വെള്ളം
ഈ തക്കാളാണെങ്കിൽ 1 ഗ്രാം, മറ്റൊക്കെ ആണെങ്കിൽ ലിക്വിഡാണ്, അത് 1 ml 1 ലിറ്റർ വെള്ളത്തിൽ അതെടുത്തിട്ട് ഒരു അടി അടിച്ചിട്ട് നന്നായി ഒരു അടി അടിച്ചിട്ട് പിന്നെ അത് പോട്ട് ചെയ്താൽ മതി. മറ്റേ അതിൻ്റെ ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ കത്തിച്ച് കളയുക. അതിലൊക്കെ ധാരാളം ഈ റെഡ് സ്പാറ്റ് ഉണ്ട്. അത് അടുത്ത ബാത്തിയൊക്കെ പടർന്ന് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് പ്രാണി ഇഴഞ്ഞ് മറ്റേ ചെടികൾക്ക് കയറിയിട്ട് അവിടെ കൂട് കൂട്ടും. അപ്പോൾ കഴിയുന്ന വിധത്തിൽ ആദ്യം അത് കത്തിച്ച് കളയുക, എന്നിട്ട് മറ്റു കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ എല്ലാ ചെടികളും അങ്ങനെ ചെയ്യേണ്ട വരുന്നുണ്ട് കേട്ടോ. അത് കാരണം നിങ്ങളുടെ ഏരിയയിൽ ആ റെഡ് സ്പാറ്റ് കയറിയിട്ടുണ്ട്, അതാണ് സംഭവം, മറ്റൊന്നല്ല. ഞാൻ നനയ്ക്കുന്നത് ഇലകളിലേക്കാണ്. ഓർക്കിഡുകളിൽ ഒരു കാരണവശാലും ഇലകളിൽ നനയ്ക്കരുതെന്ന് ഒരു യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നനയെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? നിങ്ങൾ നനയ്ക്കുന്ന ഇലയിലേക്കാണ്, ഞാൻ നനയ്ക്കുന്ന ഇലയിലേക്ക് തന്നെയാണ്. ഇലയിലേക്ക് നനച്ചിട്ട് നന്നായി നനച്ചിട്ട് ആ നനയ്ക്കുന്ന അത് തന്നെ താഴത്തേക്ക് വിടാറുള്ളൂ. കാരണം താഴത്തേക്ക് നനച്ച് കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന ചെടികൾ മുഴുവൻ തൊണ്ടിൽ സെറ്റ് ചെയ്തിട്ട് വരുന്നുള്ളൂ. ആ ചെടികൾ എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴാണ് കരിയിലാക്കി സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കരിയിലാകുമ്പോൾ ആണെങ്കിൽ നനൊന്ന് ഈണാക്കുക. പിന്നെ ഇലകളിലേക്ക് നനയ്ക്കുന്നത് താഴത്തേക്ക് നന കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം താഴത്ത് നന കൂടുതലുണ്ടെങ്കിൽ തൊണ്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കൂടുതൽ നന കൂടില്ലേ. ഇലകളിൽ നനച്ചോട്ടൊന്നും യാതൊരു കേടുന്നില്ല കേട്ടോ, നന്നായി നനച്ചോളൂ, കുഴപ്പമില്ല. അദ്ദേഹം ആരോ ഇലകളിലേക്ക് നനയ്ക്കരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അവർക്ക് എന്തൊരു കാരണം ഉണ്ട്. അത് അവർക്ക് തന്നെ അറിയുള്ളൂ അതിന് എന്താ കാരണം എന്നുള്ളത്. ഞങ്ങളിപ്പോൾ 10-20 വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്തു പോന്നിട്ട് ഒരു അബദ്ധമൊന്നും കണ്ടിട്ടില്ല. ഇലകളിലേക്ക് തന്നെ നനയ്ക്കുന്നത്. ചിലവർ പറയുന്നുണ്ട് ഇലകളിലേക്ക് നനച്ചാൽ കൂമ്പ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു സംശയമാണ്. കൂമ്പ് ചെയ്യാൻ പറഞ്ഞ രോഗമാണ്. പലരും ഇങ്ങനെ ഇലയിലേക്ക് നനയ്ക്കരുത്, പൂമ്പ് തട്ടരുത്, പൂമ്പ് തട്ടരുതെന്നൊക്കെ പലരും ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നനയ്ക്കുമ്പോഴും ഇലയിലേക്കും ഒക്കെ നന്നായി നനയ്ക്കാറുണ്ട്. ഇലയിലേക്ക് നനയ്ക്കുന്നുണ്ട്, പൂമ്പലൊക്കെ നനയ്ക്കുമ്പോൾ തട്ടാറുണ്ട്. അപ്പം അതുകൊണ്ട് പൂവിനൊന്നും കേടില്ല, ഇലയ്ക്കും കേടില്ല, കൂമ്പ് ചെയ്യേയില്ല. കൂമ്പ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ചീച്ചൽത്താഴ് രോഗം എന്ന് പറഞ്ഞ രോഗമുണ്ട്. ആ രോഗം വരുമ്പോൾ കൂമ്പ് ചെയ്യുള്ളൂ. അങ്ങനെ കൂമ്പ് ഇലയിലേക്ക് തട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് പറിച്ചിരിക്കുന്ന ചെടികൾക്ക് സ്ഥിതി ഉണ്ടായിരിക്കും. അതിലൊന്നും ഇതില്ല. നിങ്ങളുടെ കാര്യം നോക്ക്. ഇത് പലരും പലതും പറയും, അതിൽ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചെടിയെ സൃഷ്ടിക്കാൻ നിങ്ങളുടെ ചുമതലപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഇല തട്ടൊന്നും കേടില്ല, ഒരു അബദ്ധമില്ല. വെള്ളം ഓവറാവരുത്. ഓവർ നനച്ചിട്ടുണ്ടെങ്കിൽ വേരുകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കരിയിലാണെങ്കിൽ അത്ര പെട്ടെന്ന് ചെയ്യില്ല. വേറെ കരിയിട്ട് വയ്ക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ 90% ആൾക്കാരത് തൊണ്ടിലേക്ക് തന്നെ വരുന്നില്ല. ഈ ചെടികൾ ഈ തായ്ലാൻഡിൽ നിന്ന് എല്ലാ ചെടികളും വരുന്നത് അവിടെയൊക്കെ തൊണ്ടിൽ തന്നെ ഈ ചെടി വയ്ക്കുന്നത്. ഇവിടെ വന്നാലും തൊണ്ടിലൊക്കെ തന്നെ ആൾക്കാർ കുറേ വയ്ക്കുന്നുണ്ട്. തൊണ്ട് വയ്ക്കുന്നുണ്ട്, കരിയും വയ്ക്കുന്നുണ്ട്, പലതും വയ്ക്കുന്നുണ്ട്. അപ്പോൾ വേറെ കരിയിട്ട് വയ്ക്കുന്നവർക്കാണെങ്കിൽ കടലിൽ നനച്ചോട്ട് ഇത്തിരി വെള്ളം തട്ടിയോടൊന്നും വേര് കടാവില്ല. വേരൊക്കെ നന്നായി പിടിച്ച് പറത്തേക്ക് വരെ ചെയ്യും. തൊണ്ടിലാണ് ഈ ചെടി ഇരിക്കുന്നതെങ്കിൽ വെള്ളം നിയന്ത്രിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇലമ തട്ടിയോട്ട് യാതൊരു കുഴപ്പമില്ല. പലതരത്തിൽ NPK-കൾ കിട്ടുന്നുണ്ട്. ചില കമ്പനികൾ 2 ഗ്രാം പറയുന്നു, ചിലർ 3 ഗ്രാം പറയുന്നു, മറ്റു ചിലർ 5 ഗ്രാം പറയുന്നു. എന്താണ് ഇങ്ങനെ പറയുന്നത്? വിശദമാക്കാമോ? ഈ ചോദിച്ചാൽ നന്നായി. കാരണം സാധാരണ ഇപ്പോൾ നമ്മൾ ഈ പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾക്ക് കിട്ടുന്ന NPK എന്ന് പറയുന്ന വളങ്ങൾ. ആ വളങ്ങളൊക്കെ നമ്മൾ 10 ഗ്രാം തന്നെ 5 ഗ്രാം തന്നെ എടുക്കാൻ പറയുന്നത്. ഇതാ ജർമ്മനിയിൽ വരുന്നുണ്ട് ബാസ്ഫോളിയർ, അത് വരുന്നുണ്ട്. ബാസ്ഫോളിയറിൻ്റെ ഇത് ജർമ്മനിയുടെ വരുന്നുണ്ട്, ഇറ്റലിയുടെ വരുന്നുണ്ട്, അമേരിക്കയുടെ വരുന്നുണ്ട്, ഇസ്രായേലിൻ്റെ വരുന്നുണ്ട്. ഇതിലൊക്കെ അവർക്ക് സ്വന്തമായി ലേബുണ്ട്. ആ ലേബിൽ ടെസ്റ്റ് ചെയ്തിട്ട് അവർ ശരിക്കും അതിൻ്റെ ഡോസ് അതിൻ്റെ ശരിയായ അളവിൽ അത് കിട്ടിയിട്ടുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്ത ശേഷം പുറത്ത് വിടാറ് പതിവ്. പക്ഷേ നമ്മുടെ പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കുന്നവർ ആരും കൊണ്ടുവന്നിട്ട് ഇവിടെ മിക്സ് ചെയ്തിട്ട് പാക്ക് ചെയ്യാണ് പതിവ്. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ട് അതിൽ ഈ 1 കിലോ എനിക്ക് ഇത്ര എന്നുള്ള അളവിലെടുത്തിട്ട് ആണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസം അതുണ്ടെന്ന്. എന്നാൽ അത് ആ പുറത്തുനിന്ന് വരുന്ന ഇവരെ NPK അത്രയ്ക്ക് അതെടുത്താൽ ഒരു കാര്യത്തിൽ നടക്കാൻ പോണ കാര്യമല്ല. അപ്പോൾ 5 ഗ്രാം നമ്മുടെ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ കമ്പനിയുടെ സാധനം നിങ്ങൾക്ക് 5 ഗ്രാം എടുക്കാം. മറ്റിപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെ എടുക്കുകയാണെങ്കിൽ 2-2.5 ഗ്രാമിൽ മേലെ എടുക്കരുത്. ഒരു 4 ദിവസത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ 2.5 ഗ്രാം വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇസ്രായേലിൻ്റെ വരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ വരുന്നത് 2.5-3 ഗ്രാം തന്നെ എടുത്താൽ മതി.
അങ്ങനെ അമേരിക്കയിൽ പലരും വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോ ഈ ഇറക്കുമതി ചെയ്യുന്ന NPK മേടിക്കുമ്പോൾ എവിടെ നിന്നാണ് മേടിക്കുന്നത് വെച്ചാൽ അവിടെ നിന്നും നിങ്ങൾ സംശയം നിവാരണം ഉണ്ടാക്കണം. അവിടെ നിന്നൊന്നും ചോദിച്ചറിയണം ഇത് എത്ര എടുക്കാത്തുള്ള വിവരം. ആഴ്ചയിൽ എടുക്കുകയാണെങ്കിൽ 4 ദിവസത്തിൽ ആഴ്ച 2 തവണ എടുക്കുകയാണെങ്കിൽ ഇന്ന് അവിടെ നിന്ന് ചോദിച്ചറിയാൻ കുറച്ച് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അളവ് ചില പക്ഷേ കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു നല്ല ചോദ്യം ചോദിച്ചത് പലർക്കും അറിയാണ്ട് നാട്ടിൽ കിട്ടുന്ന NPK അളവിലെടുത്തിട്ട് ചെടിക്ക് മഞ്ഞളിപ്പ് വാട്ടം വന്നിട്ടൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. ചെടിയുടെ ഡോസ് കൂടിയാൽ ഇപ്പോൾ പൊട്ടാസ്യം ഈ രാസവളം കൂടിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്ന് വെച്ചാൽ നമ്മൾ 2 ദിവസം നനയ്ക്കാണ്ട് ചെടിയുടെ ഇലകൾ ഇങ്ങനെ വാടി നിൽക്കുന്നവർ തോന്നില്ലേ, ഇതുപോലെ തന്നെ നമ്മുടെ ഈ NPK ഡോസ് കൂടിയിട്ടുണ്ടെങ്കിൽ ചെടിയുടെ ഇല വാടി നിൽക്കും. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി ഇത് നമ്മുടെ NPK ഡോസ് കൂടിയിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ചെടിയുടെ ഇലയൊന്നും പഴുത്ത് പോകുന്നില്ല, ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയും കൂടി ആരെങ്കിലും അബദ്ധത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഡോസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷണമായിട്ട് പറയുന്നതാണ് ചെടിയുടെ ഇല വാടി നിൽക്കുന്ന പോലെ തോന്നും. നനയ്ക്കാതെ നിൽക്കുമ്പോൾ എങ്ങനെ ഇല വാടിക്കുക അതുപോലത്തെ ഒരു വാട്ടം കാണും. അപ്പോൾ ഒരാഴ്ചയ്ക്ക് വളം കൊടുക്കണ്ട, പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ക്ഷീണം മാറും, നനച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ചെറിയ ഡോസിൽ ശരിയായ അളവിൽ കൊടുത്താൽ ചെടികൾ എടുത്തോളും. അതന്നെ. ഓർക്കിഡുകൾക്ക് മാത്രമായി പ്രത്യേകം വളമുണ്ടോ? ഓർക്കിഡ് തനിയായിട്ട് ഒരു വളമുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കിഡ് തനിയായിട്ട് വളങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇന്ത്യയിലൊന്നല്ല, അത് അമേരിക്കയിലാണ് ഇതിൻ്റെ ആ ഒരു പുസ്തകമൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അമേരിക്കക്കാരാണ് ആ പുസ്തകം പുറത്തിറങ്ങിയിട്ട് ഓർക്കിഡ് വളം കൊടുക്കുമ്പോൾ രാസവളം കൊടുക്കുമ്പോൾ NPK 19 അവർ പറഞ്ഞിട്ടുള്ളത്. 19 കൊടുക്കാനാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. 10-30 വർഷം മുന്നേ അവർ ഇറക്കിയുള്ള പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങൾ പണ്ടത്തെ ആൾക്കാരുടെ കയ്യിലൊക്കെ കാണും. പക്ഷെ അവരുടെ കാലാവസ്ഥയെ ഇതിനൊക്കെ അനുസരിച്ച് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ ആരും പിന്നെ ഓർക്കിഡ്ക്ക് മാത്രം വേണ്ടിയിട്ട് വളം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ NPK കൊടുക്കുന്നുണ്ട്. NPKയിലാണെങ്കിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. ഇത് എല്ലാ ചെടികൾക്കും എല്ലാ സസ്യങ്ങൾക്കും ആവശ്യമായ സാധനമാണ്. അപ്പോൾ അവർ വളങ്ങൾ NPK ഉണ്ടാക്കുമ്പോൾ അവർ ഓർക്കിഡിൽ മാത്രം വേണ്ടി ഉണ്ടാക്കുന്നതല്ല, എല്ലാ ചെടികൾക്കും എല്ലാ സസ്യങ്ങൾക്കും വേണ്ടി കണക്കൂട്ടിയാണ് ഈ ഫോളിയാർ NPK ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഉദ്ദേശത്തിലാണ് അത് ഓർക്കിഡിന് കൊണ്ടുവന്ന് പലരും ചെയ്ത് അവനവനും സ്വന്തമായൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്ര ഡോസിലെടുത്താൽ മതി എന്നുള്ള വിവരം. മിക്കവാറും മിക്ക കമ്പനികൾക്കും പറയുന്നത് മാതിരി നമുക്ക് ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ ഇവരൊക്കെ ഗ്രീൻ കെയറൊക്കെ ഇറക്കിയ കാലഘട്ടത്തിൽ പറഞ്ഞ് 1 ml പറഞ്ഞിരുന്നത്, 1 ഗ്രാമൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ 1 ഗ്രാം കൊടുത്താലൊന്നും ചെടികൾക്ക് വളം കിട്ടുന്നില്ല. പിന്നെ ചെയ്ത് പരിചയത്തിൻ്റെ മുകളിൽ ഞങ്ങളൊക്കെ ചെയ്ത് പരിചയത്തിൻ്റെ മുകളിലാണ് ഈ 5 ഗ്രാം എന്നുള്ളൊരു ഇതിലെത്തിയത്. പക്ഷേ ഞങ്ങളും ഈ ജർമ്മനിൻ്റെ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊക്കെ ജർമ്മനിൻ്റെ സാധനം ഉപയോഗിക്കുന്നു. ഞാനൊക്കെ 2 ഗ്രാം എടുക്കുന്നു. ഇസ്രായേലിൻ്റെ സാധനമൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലോക്കലായിട്ട് കിട്ടുന്ന സാധനം നമ്മൾ 5 ഗ്രാം വെച്ചിട്ട് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വളങ്ങളൊക്കെ കൊടുക്കുന്നത് സസ്യത്തിൽപ്പെട്ടതല്ലേ ഓർക്കിഡുകൾ. അപ്പോൾ ഓർക്കിഡുകളാണെങ്കിൽ മണ്ണിൽ നിന്ന് പല്ലെടുക്കാൻ കഴിയും, മണ്ണിലിട്ട് വളരെയില്ല. വളം കൊടുത്താൽ മതിയാവുള്ളൂ. ജൈവവളങ്ങൾ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. ജൈവവളങ്ങൾ കൊടുത്താൽ അത് പ്രധാനമായിട്ട് എല്ലാവരും ജൈവവളം കൊടുക്കാൻ കേടാവില്ല. രാസവളം കൊടുത്താൽ കേടാവുന്നൊരു പേടിയുണ്ട്. അപ്പോൾ ഒരു ശരിയായ ചെയ്തൊരു തർക്കം പഴക്കമുള്ള ആൾക്കാർ ഇവിടെ അനുഭവത്തിൽ കൂടെ പറയുകയാണെങ്കിൽ NPK ഓർക്കിഡുകൾക്ക് കൊടുക്കുന്നുണ്ട്. അത് ഒരു കൃഷിക്കാരുടെ അനുഭവത്തിൽ നിന്നുണ്ടായത് വെച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ആ അനുഭവത്തിൽ കൂടെ അവർ ശ്രദ്ധിക്കും എപ്പോഴാണ് ഈ ചെടി നന്നായി വരുന്നത്. ഈ പറഞ്ഞ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇപ്പോൾ പല വളങ്ങളും ഓർക്കിഡുകൾ കൊടുക്കുക, എല്ലാവരും കൊടുക്കുന്നുണ്ട്. എന്ന് വേണ്ടിയിട്ട് ഈ ഇതൊക്കെ മൈക്രോ ന്യൂട്രിയൻ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഓർക്കിഡിന് മാത്രം വേണ്ടി ഉണ്ടാക്കണമെന്നല്ല, മൈക്രോ ന്യൂട്രിയൻ്റ് എല്ലാവരും ആവശ്യമുള്ളതാണ്. അതിൽ പലതും ചേർന്നിട്ടുമുണ്ട്. തനിയെ ഓർക്കിഡിന് വേണ്ടി തട്ടിട്ട് വളർന്നുണ്ടില്ല. അപ്പോൾ നമ്മൾ പല വളങ്ങളും കൊടുത്ത് നോക്കിയിട്ട് ചെടികൾ നന്നാവുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. അതൊക്കെ അത്രയൊക്കെ തന്നെ. അതൊക്കെ അവനവൻ്റെ യുക്തിയിൽ ചേർന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചെടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അത് ഓർക്കിഡും പ്രയോഗിച്ചൊക്കെ നോക്കാം. ഓർക്കിഡുകൾക്ക് വളം കൊടുത്തേ മതിയാവുള്ളൂ. കാരണം അതിന് ഒരു കാരണവശാലും വളം കിട്ടാൻ മാർഗ്ഗമില്ല. മണ്ണിലുള്ള ചെടികൾക്ക് പല തരത്തിൽ വളം കിട്ടാൻ സാധ്യതയുണ്ട്. ഓർക്കിഡുകൾക്ക് വളം കിട്ടണമെങ്കിൽ നമ്മൾ കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ അനുഭവത്തിലുണ്ടാവും. ഏത് വളം കൊടുത്തപ്പോഴാണ് ചെടികൾ തെളിഞ്ഞു വരുന്നത്, പൂവുണ്ടാവുന്നതൊക്കെ നമുക്കറിയാൻ കഴിയും. അതന്നെ അനുഭവം.
അതാണ് വലിയ പാഠം. ഫ്ലവറിങ്ങിന് ശേഷം ഓർക്കിഡ് സ്റ്റം കട്ട് ചെയ്യാമോ? ഓർക്കിഡിൻ്റെ പൂവ് കഴിഞ്ഞതിന് ശേഷം സ്റ്റമ്പ് കട്ട് ചെയ്യാവുന്ന അല്ലേ? അത് കട്ട് ചെയ്യേണ്ട സമയമുണ്ട്. അതായത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണ അതിന് വേർപ്പെടുത്താറ പതിവ്. ഇനി ഒരു 2-3-4 തണ്ടുകളൊക്കെ പൂവൊക്കെ കഴിഞ്ഞ് ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല കൊഴിഞ്ഞ് നിൽക്കുന്നതിന് വേണമെങ്കിൽ അടിഭാഗത്ത് നിന്ന് മൂർച്ചയുള്ള ഏതെങ്കിലും ആയുധം ഉപയോഗിച്ചിട്ട് മുറിച്ചെടുത്തിട്ട് വേണമെങ്കിൽ അതിനെ മാറ്റി നടാവുന്നതാണ്, മറ്റ് തൈകളൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ മാറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട്. കാരണം കൂടുതൽ വിരിഞ്ഞ് കഴിഞ്ഞ് പൂവുകൾ വിരിഞ്ഞ് കഴിഞ്ഞ് ഒരു ഇടവേള നേരം കിട്ടും. കാരണം പിന്നെ രണ്ടാമത്തെ തയ്യാറെടുക്കേണ്ട പൂ എടുക്കാനുള്ളത്. ആ സമയത്ത് നമ്മൾ ഈ ചിലവർ റിപ്പോർട്ട് ചെയ്യും, ചിലവർ ഈ ഇല കൊഴിഞ്ഞിരിക്കുന്ന തണ്ടെല്ലാം മുറിച്ച് കളയാറൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. എപ്പോഴും മുറിച്ച് വെക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ചെടുക്കുക. മുറിച്ച് ഏറ്റവും അടിഭാഗത്ത് വെച്ചിട്ട് മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തതിനെ വേണം വെച്ചാൽ പിടിപ്പിച്ചെടുക്കാനും കഴിയും. ഹൗ ടു പ്രൂൺ ആൻ ഓർക്കിഡ് വിത്തൗട്ട് കില്ലിംഗ് ഇറ്റ്? ഓർക്കിഡ് ചെടിയെ നശിപ്പിക്കാതെ തന്നെ എങ്ങനെ പ്രൂൺ ചെയ്യാം? പ്രൂൺ ചെയ്യാത്ത പറഞ്ഞാൽ വേലഭാഗത്തുനിന്ന് മുറിച്ച് മാറ്റുന്നതല്ലേ പ്രൂൺ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആരും ചെയ്യാറില്ലല്ലോ. ചെടി പൂ വന്നിട്ട് കഴിഞ്ഞത് അല്ലെങ്കിൽ ഇല കൊഴിഞ്ഞ് വെറും കാലി സ്റ്റമ്പായിട്ട് മാത്രം നിൽക്കുന്നത് തന്നെയാണ് അടിയിൽ മുറിച്ച് മാറ്റാറാ പതിവ്. പ്രൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഓർക്കിഡുകളിൽ അങ്ങനെ പ്രൂൺ ചെയ്തിട്ട് അനുഭവിക്കില്ല കേട്ടോ. എനിക്കതിനെ പറ്റിയിട്ട് ശരിയായി പറയാൻ പറ്റില്ല. എന്താണ് ചോദിച്ചതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പ്രൂൺ ചെയ്തിട്ട് എന്താണ് ഈ പ്രൂൺ ചെയ്യണതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുതിയ അളപ്പ് പൊട്ടാൻ വേണ്ടിയാണെങ്കിൽ പ്രൂൺ ചെയ്യുന്നതും വേണ്ട. അത് പ്രൂൺ ചെയ്തില്ലെങ്കിൽ അടിയിൽ അളപ്പ് പൊട്ടി വരും. മേൽഭാഗത്ത് അളപ്പ് പൊട്ടാറൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ ചിലവർ മേൽഭാഗത്തു നിന്ന് ഇളപ്പ് പൊട്ടിയിട്ട് അത് മുറിച്ചെടുക്കുന്നു. അത് മുറിച്ചെടുത്തിട്ട് ആ സ്റ്റമ്പ് വീണ്ടും അവിടെ നിർത്തണമെങ്കിൽ അതിൽ നിന്ന് വീണ്ടും പൊടിച്ചു വരാൻ സാധ്യതയുണ്ട്. അതാണോ ഉദ്ദേശിച്ചെങ്കിൽ ഒരു പൊടിപ്പ് വന്നതിനെ മുറിച്ചെടുത്തിട്ട് വീണ്ടും അവിടെ നിർത്തുകയാണെങ്കിൽ വീണ്ടും പൊടിപ്പ് വരാൻ എല്ലാവരും ഇല്ല, ചിലതിനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം ചോദ്യം അതാണോ എങ്കിൽ വീണ്ടും പൊടിക്കാറൊക്കെ ഉണ്ട്. 2-3 പൊടിപ്പൊക്കെ കിട്ടാറൊക്കെ ഉണ്ട്. ഒന്ന് പൊടിച്ച് പൊടിച്ചെടുത്തതിന് ശേഷം വീണ്ടും അവിടെ നിർത്തുകയാണെങ്കിൽ വീണ്ടും ഒരു പൊടിപ്പ് കൂടി വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ താഴെ ഒന്നും വരാൻ സാധ്യതയുണ്ട്. എല്ലാ ചെടികൾക്കൊന്നുമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയുള്ള അത്ര തന്നെയാണ്. വേറെ 2 ഓർക്കിഡുകളുടെ തണ്ട് മുറിച്ചെടുത്തിട്ട് ചനച്ച പൊട്ടിക്കുന്ന സ്വഭാവം പ്രൂണിങ് എൻ്റെ അനുഭവത്തിലില്ല. ഓർക്കിഡ് വാങ്ങുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് എങ്ങനെ തിരഞ്ഞെടുക്കാം? ടിപ്സ് പറഞ്ഞു തരാമോ? അത് കണ്ടാൽ തന്നെ അറിയാം. നല്ല ചൊടിയോടെ നിൽക്കും, ഇലകളൊക്കെ നീർന്ന് നിൽക്കും, നല്ല നിറം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഇലപ്പുള്ളിയോ പാടോ അടിയിൽ എന്തെങ്കിലും തകരാറൊന്നും ഉണ്ടാവില്ല, ഇലപ്പുള്ളികളും ഒന്നുമില്ല. അതൊക്കെ തന്നെ നല്ല ചൊടിയിൽ നിൽക്കും. ആ തൈ മേടിക്കുമ്പോൾ തന്നെ ഞങ്ങൾ തൈ മേടിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നല്ല ചൊടിയുള്ള തൈകൾ, കൂടുതൽ ഇലയുള്ള തൈകൾ, അതൊക്കെ തന്നെയാണ് നോക്കിയെടുക്കാത്തത്. അതാണ് പ്രധാന നോട്ടം. നല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് ഇലകളൊക്കെ നീർന്ന് നിൽക്കാന്ന് പറയുന്നത്. പിന്നെ വാരിയൊക്കെ എടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ വാരിയൊക്കെ നിൽക്കും. അതൊക്കെ ഒരു ആരോഗ്യക്കുറവ് തന്നെയാണ്. എപ്പോഴും നോക്കണമെങ്കിൽ എല്ലാവരും അടിയിൽ ഇലപ്പുള്ളിയുള്ള ചെടി എടുക്കരുത്. ഇലപ്പുള്ളിയുള്ള ചെടി, ധാരാളം ഇലപ്പുള്ളിയുള്ള ചെടി ഒരു ഇലപ്പുള്ളിക്കുള്ളതാണെങ്കിൽ സാധാരണ സംഭവിക്കാത്ത കാര്യമാണ്. കൂടുതൽ ഇലമേൽ പാടും ഇലപ്പുള്ളിയുള്ള ചെടികൾ, ഇല മഞ്ഞിച്ച് കാണുന്ന ചെടികളൊന്നും എടുക്കരുത്. എപ്പോൾ ചെടി എടുക്കുമ്പോഴും പൂവുള്ള ചെടി എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നമ്മൾ ശ്രദ്ധ മുഴുവൻ പൂവ് മേടിക്കാൻ പോയത് ഇലമേലേക്ക് നോക്കില്ല. 1-2 ഇല പഴുത്തിട്ടുണ്ട്, ആ ചെടിയെ മേടിക്കരുത്. ആ പഴുത്തിക്കാനുള്ള കാരണം ഉണ്ടല്ലോ. അപ്പോൾ അതെൻ്റെ ഹെൽത്തിൻ്റെ അതിൻ്റെ ആരോഗ്യക്കുറവ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. അതന്നെ കേടില്ലാത്ത ചെടികൾ തിരഞ്ഞെടുക്കാൻ നല്ല ചൊടി ഉണ്ടായിരിക്കും. ചെടികൾക്ക് ഇലകളൊക്കെ നീർന്ന് നിൽക്കും, നല്ല പച്ച നിറമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ നോക്കിയെടുക്കും. ഓർക്കിഡുകളിലെ വേരിലുണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാം? അവ എങ്ങനെ ചികിത്സിക്കാം? വേരുകളിലുണ്ടാകുന്നത് പ്രധാനമായിട്ടും ചീച്ചൽ രോഗം വരാറുണ്ട്, വേര് ഉണങ്ങിപ്പോവാറുണ്ട്. പിന്നെ വാട്ടരോഗം വരുമ്പോൾ, ഇലവാട്ടം കൊലവാട്ടം എന്ന് പറഞ്ഞ രോഗം വരുമ്പോൾ അത് വേരുകളിലേക്ക് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അതിന് മരുന്നുകൾ കൊടുക്കുമ്പോൾ സാഫ് കൊടുക്കുന്നത് ഉണ്ടല്ലോ, സാഫിൻ്റെ ഫില്ലെല്ലാം കൊടുക്കുന്നത് ഈ ചീച്ചൽ രോഗത്തിലുള്ള തന്നെയാണ്. വേര് ചീച്ചൽ ഉള്ളതാണ് ഈ സാഫ് കൊടുക്കുന്നത്, സാഫിൻ്റെ ഫില്ലെല്ലാം കൊടുക്കുന്നത്. പിന്നെ വരുന്നത് നമ്മൾ നനയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓവർ വാട്ടറിങ് ചീച്ചാരും ഇട വരുന്നുണ്ട്. എന്നാലും ഈ സാഫ് മറ്റേ കൊടുക്കുമ്പോൾ അവിടെ നിൽക്കും. പിന്നെ വരുന്നത് ഉണക്ക രോഗമാണ്.
ഉണക്കരോഗം വരുന്നത് ഒരു റൂട്ട് റോട്ട്സ് എന്ന് പറയും, വേരുകളെ ബാധിക്കുന്ന രോഗമാണ്. അതേ ഉണക്കരോഗം വരുന്നത് നമ്മളറിയില്ല, ഈ ചെടിയുടെ അടിയിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ അറിയില്ല. ഒരു ലക്ഷണം കൊണ്ട് മനസ്സിലാക്കുക. ലക്ഷണം മനസ്സിലാക്കിയാൽ ഇലകളിൽ മഞ്ഞ പുള്ളി വരും. മഞ്ഞ പുള്ളി വരുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ വേര് ഉണങ്ങുന്നുണ്ടെന്നും വേരുണക്കം വരുമ്പോഴാണ് ഈ ഇലയിൽ മഞ്ഞ പുള്ളി വരുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കുക. അപ്പോൾ അതിന് നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഡൈഫൻ കോൺസോൾ മരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ അമിറ്റാർ ടോപ്പ് കൊടുക്കുമ്പോൾ അതിൽ ഈ രോഗങ്ങളൊക്കെ മാറും. അപ്പോൾ അത് അടിക്കുമ്പോൾ കടയിലേക്ക് കൂടി അടിച്ചു കൊടുക്കുക. അമിസ്റ്റാർ കൊടുക്കുമ്പോൾ പല രോഗങ്ങളും മാറും. ഈ അഴുകൽ രോഗം മാറുന്നുണ്ട്, ഡൗണി മിൽഡി ഇല കൊഴിച്ചൽ രോഗം മാറുന്നുണ്ട്, ഈ വേരുണങ്ങുന്ന രോഗം മാറുന്നുണ്ട്, ഇലപ്പുള്ളികൾ അങ്ങനത്തെ ഇപ്പോൾ പൗഡറി മില്ലി എന്ന് പറഞ്ഞാൽ പൗഡർ പൂജ്യമായിട്ട് അങ്ങനെ രോഗങ്ങളൊക്കെ മാറുന്നുണ്ട്. പിന്നെ വരുന്ന വാട്ടർ രോഗം വരുന്നതല്ലേ, വാട്ടർ രോഗം വരുന്നതിൽ നമ്മൾ പ്രത്യേക എക്കോസൈഡ് കൊടുക്കുന്നത്. എക്കോസൈഡ് വാട്ടർ ഇല വാടി കാണുമ്പോൾ നിങ്ങൾ ഇലവാട്ടം ഉണ്ടെങ്കിൽ അടിച്ചാൽ മതി. അത് ഇലവാട്ടം ഉണ്ടെങ്കിൽ വേര് പിടിക്കാതെ ബാധിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ വരുന്ന ഈ പ്രധാനപ്പെട്ട രോഗങ്ങൾ തന്നെയാണ് റോട്ട് റോട്ട്സും പിന്നെ വന്ന ഈ ചീച്ചൽ വരുന്നതിനാണ് ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ മരുന്നുകൾ. പിന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എങ്ങനെയാണ് വേര് ഉണങ്ങുന്നുള്ള ചില വേരുകൾ പുറത്ത് കിടന്ന് ഉണങ്ങുന്നതുകൊണ്ട് മനസ്സിലാക്കാം. ഈ നമ്മൾ കാണാത്ത ഭാഗത്ത് വേര് ഉണങ്ങുന്നുണ്ടെങ്കിൽ ഇലവിൽ അതിൻ്റെ എടുത്ത് കാണിക്കും. ഇലവിൽ ഈ മഞ്ഞപ്പുള്ളി മരുന്ന് കണ്ട് അപ്പോൾ അത് അതിൽ ലക്ഷണമായിട്ട് കണ്ടിട്ട് ഈ മരുന്ന് കൊടുക്കുക. മരുന്ന് ഇത് ഡൗണി മിൽഡിക്ക് അടിക്കുന്നില്ലേ, ഇല കൊഴിച്ചിൽ രോഗത്തിന് അടിക്കുന്ന മരുന്നിന് ഡൈഫൻകോണിസോണും പിന്നെ വേറൊരു ഇതുണ്ടല്ലോ, എന്താണ് എൻ്റെ പേര്, അസോസ്കിസ്ട്രോബിനും ചേർന്ന മരുന്ന്. അതാണ് അമിസ്റ്റാർ ടോപ്പ് എന്ന് പറഞ്ഞത്. അത് 1 ml 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് അടിക്കുമ്പോൾ ഇത് ലക്ഷണം കണ്ടിട്ട് കടയിലേക്ക് കൂടി കിട്ടണം. ഇത്ര തന്നെ രോഗങ്ങളൊക്കെയാണ്. പിന്നെ ബ്ലാക്ക് ഫംഗസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ഫംഗസ് വന്നിട്ട് ടോപ്പ് മാസ്റ്റർ എന്ന് പറയും, ബ്ലാക്ക് ഫംഗസും വരും. അതിൻ്റെ ലക്ഷണം വരുന്നത് കറുത്തൊരു ഫംഗസ് ലക്ഷണം തുറന്നത് ഒരു നിറം മാറിക്കാണും, വേരുമ്പോൾ നിറം മാറിക്കാണും, ഒരു തേൻ്റെ മണം, ഒരു തേൻ്റെ കളറ് ആണ് വരിക. അങ്ങനെ കാണുമ്പോൾ ആ റൂട്ട് ഈ ബ്ലാക്ക് ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. ബ്ലാക്ക് ഫംഗസ് വന്നു കഴിഞ്ഞാൽ ആ വേരിന് ഉണക്കി കളയാന്ന് പറഞ്ഞാൽ കറുത്ത തൊലി മറ്റേ സാധനങ്ങളൊക്കെ ശരിക്കും ഈ ഒരു ഫംഗൽ രോഗം ഒരു കറുത്ത തൊങ്ങ് പോലെ സാധനമൊക്കെ വന്നിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ബ്ലാക്ക് ഫംഗസ് ആണെന്ന് കാണാം. അതിന് ടോപ്പ് മാസ്റ്റർ എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രയും രോഗങ്ങളൊക്കെ ഈ മരുന്ന് ടോപ്പ് മാസ്റ്റർ കൊടുക്കാറുമ്പോൾ 2 ഗ്രാം എടുക്കേണ്ട വരും ചുറ്റുവെള്ളത്തിൽ. നമ്മുടെ അനുഭവത്തിൽ ഇത്രയും രോഗങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ആരും മരുന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്, വേറെ രോഗങ്ങളൊന്നും കണ്ടിട്ടില്ല. ഓർക്കിഡുകളിലെ ഇതൾവാട്ടം പ്രതിവിധി. ഇപ്പോൾ പറഞ്ഞതിൽ വിട്ടുള്ളതാണ് ഈ ഇലവാട്ടം, കൊലവാട്ടം, ഈ വേര്, ഉണക്കം, ബ്ലാക്ക് ഫംഗസ് ഒക്കെ പറഞ്ഞ രോഗങ്ങൾ പെട്ടുള്ളത്. ഇത് ഈ ഇലവാട്ടം ദളം വാടുന്നത് കൊലവാട്ടം എന്നാണ് പറയുക. പൂവ് അധികം നാൾ നിൽക്കുന്നില്ല, പൂ വിരിഞ്ഞ് വാടി അവിടെ ഉണങ്ങി നിൽക്കും, അധികം നാൾ നിൽക്കില്ല. അപ്പോൾ അതിന് മരുന്ന് കൊസൈഡ് തന്നെയാണ്. ആ മരുന്ന് കൊടുത്തിട്ട് ആ കൊല മുറിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ ഈ കൊസൈഡ് എന്ന് പറഞ്ഞ മരുന്ന് കൊടുത്തോളൂ. കൊസൈഡ് കൊടുക്കുമ്പോൾ അതിൽ ഒരു നുള്ള് ആൻറ്റിബയോട്ടിക്കും ചേർത്ത് കൊടുക്കണം. അങ്ങനെ തന്നെ അതാണ് ദളവാട്ടം ഉണ്ടാവുന്നതിന് കൊലവാട്ടം എന്നാണ് പറയാറ് പതിവ്. അതിന് കൊസൈഡ് എന്ന് പറഞ്ഞ മരുന്ന് തന്നെയുള്ളത്. 1 ഗ്രാം എടുത്താൽ മതി. 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അതിൽ ഒരു നുള്ള് ആൻറ്റിബയോട്ടിക്കും ചേർത്തിട്ട് നിങ്ങൾ കൊടുക്കുക. വാടി നിൽക്കുന്ന പൂവ് വാടിക്കുന്നത് കണ്ടിട്ട് ആ കൊല പിന്നെ അവിടെ നിർത്തണ്ട, മുറിച്ച് കളഞ്ഞോളൂ. ഈ മരുന്ന് ഇങ്ങനെ കൊടുത്താൽ മതി. അത് 2 പ്രാവശ്യം കൊടുത്താൽ മതി, 2-3 പ്രാവശ്യം കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. കൊടുക്കുമ്പോൾ അതിൽ ആൻറ്റിബയോട്ടിക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ രോഗം വാട്ടരോഗത്തിൽ പെട്ടുള്ള നിർദ്ദവാട്ടത്തിൽ പെട്ടുള്ള രോഗമാണത്. അങ്ങനെ ചെയ്താൽ പിന്നെ മറ്റുള്ള ചെടികൾക്ക് ബാധിക്കില്ല. ഇത് പകരം കൂടി ചെയ്യും കേട്ടോ ഈ രോഗം. അപ്പോൾ അങ്ങനെ ചെയ്തോളാം. അതുപോലെ തന്നെ ഒരു വ്യൂവർ യായ കോമ്പാക്റ്റം ഫ്ലവറിംഗ് പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തത് സ്റ്റോക്ക് ഉണ്ടെന്നും അതിൻ്റെ പ്രൈസ് ഇത്രയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റിപ്ലൈ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. നമ്മുടെ മുന്നത്തെ വീഡിയോകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത് ഉണ്ടായിരുന്ന വിവരം. ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു വ്യൂവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. നിങ്ങൾ
എങ്ങനെയാണോ ചോദിക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്തുല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള ക്വസ്റ്റ്യൻ എന്താണോ അത് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് കമൻ്റായിട്ട് ഇട്ടാലും ക്വസ്റ്റ്യൻസ് ഞങ്ങളിലേക്ക് എത്തും. അല്ല എങ്കിൽ മോഹനേട്ടൻ്റെയും രജിത ബാലു എന്നുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പിലേക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇടുകയോ ചെയ്താലും നമുക്ക് അത് വീഡിയോയിലൂടെ റിപ്ലൈ തരാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻസിൻ്റെ പേരുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.